പേരോട് കീഴനെ കുറ്റം പറഞ്ഞത്, പേരോട് അബൂബക്കർ മുസ്ലിയാരെ കുറ്റം പറഞ്ഞത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോന്ന്? എന്തിനാ നിങ്ങൾ പറഞ്ഞത് കാണിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതും വേണമെങ്കിലുണ്ട്, നിങ്ങൾ പറഞ്ഞതും വേണമെങ്കിലുണ്ട്. എന്നാൽ അതിന്റെ മുമ്പേ പറയട്ടെ, എന്ത്? നിങ്ങളിവിടെ പ്രസംഗിക്കുന്നത് വെറും ഒരു പേരോട്ട അബ്ദുറഹ്മാനായിട്ടല്ല. നിങ്ങൾ SYSന്റെ പ്രതിനിധിയാണ് അല്ലേ? നിങ്ങൾ SYSന്റെ പ്രതിനിധിയല്ലേ? ഈ സമസ്തയുടെ പ്രതിനിധിയായിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ആ നിങ്ങൾക്ക് ബാധകമല്ലേ? നിങ്ങളുടെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുള്ള ചീത്തകൾ നിങ്ങൾക്ക് കൂടി ബാധകമാണ്. നിങ്ങൾ നിങ്ങളെ കാര്യം പറയുമ്പോൾ പറയും, ഞാൻ പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ, ഓഫീസിലിരിക്കുന്നത് ഞാനോ കാന്തപുരമോ അല്ല എന്ന് നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ പറയും. അതേ അവസരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നിങ്ങൾ എന്നോട് ചോദിക്കും, ഇസ്ലാഹിൽ അങ്ങനല്ലേ, അൽമനാറിൽ ഇങ്ങനല്ലേ, അതല്ലെങ്കിൽ വിചിന്തനത്തിൽ ഇങ്ങനല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട്. വിചിന്തനത്തിന്റെ ഓഫീസിലിരിക്കുന്നത് ഞാനാണോ? അൽമനാറിന്റെ ഓഫീസിലിരിക്കുന്നത് ഞാനാണോ? എന്തേ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുമ്പോ സുന്നി വോയിസിൽ അങ്ങനല്ലേ, സുന്നത്തിൽ അങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ പറയും, അവിടെ ഒന്നും ഇരിക്കുന്നത് ഞാനല്ല, ഞാനോ കാന്തപുര ഉസ്താദോ അല്ല, മുപ്പരും കാന്തപുര ഉസ്താദോ മാത്രമേ ഒരു സുന്നിയുള്ളൂ, വേറുള്ളവരൊക്കെ ധീര് തിരിയാത്ത പൊട്ടന്മാരാ അതിന്റെ അകത്തുള്ളവർ മുഴുവൻ. അന്നലെ കേൾപ്പിച്ചു അല്ലേ? അപ്പൊ ആ നിലക്ക് അങ്ങോട്ട് ചോദിക്കുമ്പോ ഈ ഉത്തരം പറയുകയും തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം. കേട്ടാ തോന്നും അൽമനാറിൽ ഞാനായിരിക്കുന്നത്, കേട്ടാ തോന്നും ഈ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം എഴുതിയത് ഞാനാണ്, കേട്ടാ തോന്നും മുക്തിമാർഗം എന്ന പുസ്തകം എഴുതിയത് ഞാനാണ്. അപ്പൊ അവന്റെ കാര്യം വരുമ്പോ വേറൊരു രൂപത്തിൽ പറയുകയും ഏതെങ്കിലും പ്രശ്നത്തിൽ ഉത്തരം മുട്ടുന്നു എന്ന് വരുമ്പോൾ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന സ്വഭാവം അത് വേണ്ട. അവിടെ നിങ്ങളുടെ ഉള്ളിലിരിപ്പൊന്ന് മനസ്സിലാക്കി തരാം. എന്താ നിങ്ങൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയത്? നിങ്ങൾ നാദാപുരത്തുള്ള ജുമയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആക്ഷേപമില്ലേ? ഉണ്ട്. കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഉണ്ടായിരുന്ന സമയത്തും നടന്നിരുന്ന ജുമയെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലേ? അതുണ്ട്, നിങ്ങൾക്കത് ഇല്ല എന്ന് പറഞ്ഞ് കാപഠ്യം കാണിക്കേണ്ടതില്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾ ഇവിടെ ജനങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ ഈ വാക്ക് മാറ്റി പറയാൻ കഴിയുന്നു? നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു, വെള്ളിയാഴ്ച ജുമാ ഖുത്ബ കേൾക്കുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. അത് കേൾക്കാൻ അവസരമില്ലാത്ത എന്ത് ജുമയാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളെ ഇവിടുത്തെ ജുമ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഖുത്ബ കേൾക്കുന്ന ജുമയാണ്. ഖുത്ബ കേൾക്കാൻ തന്നെ വലിയൊരു സൽക്കർമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അത്യാവശ്യമാണ് ഖുത്ബ കേൾക്കലുക. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഖുത്ബക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാണത്? ഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്ന ആയത്തിന്റെ തഫ്സീർ വരെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നു ഖുത്ബയാണ് ഉദ്ദേശം. അപ്പൊ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അപ്പൊ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകൊട്ടാകുള്ള മുസ്ലിമുകൾ ഖുത്ബ കേൾക്കുന്നുണ്ട്, നാദാവത്ത് മാത്രമേ ഖുത്ബ കേൾക്കാണ്ടുള്ളൂ. അപ്പൊ ഖുത്ബ കേൾക്കുക. ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലേതാ? ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ മറക്കും. എന്താ പറഞ്ഞറിയോ? ചിലര് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബിൽ അങ്ങനെ ഉണ്ട്. അത് ശരിക്കും പഠിക്കാത്തോണ്ട് തിരിയാത്തോണ്ട് എന്നാ പറഞ്ഞത്. ആരായി പറഞ്ഞതെന്നറിയോ? ആരായി പറഞ്ഞത്? ശംസുൽ ഉലമ എന്ന് ഇയാൾ ഇവിടെ ഇങ്ങനെ വന്ന് കീഴനോറ് എന്ന് പറഞ്ഞില്ലേ? ആ കീഴനോറും സദഖത്തുള്ള മൗലവി അടക്കമുള്ള ആളുകളുടെ ആശയമാണെന്ത്? ജുമാ ഖുത്ബ ആളുകളെ കേൾപ്പിച്ചു കൊള്ളണമെന്നില്ല. അത് മൈക്കയിൽ അഥവാ 40 ആള് കേട്ടാ മതി, എല്ലാവരും കേട്ടുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് മൈക്കയിൽ പാടില്ല എന്ന് പറയുന്നതിനെ പറ്റി മൂപ്പർ എന്താ പറഞ്ഞിരുന്നറിയോ? വരികൾക്കിടയിലൂടെ ഫിഖ്ഹ് നോക്കിയിട്ട് അത് മനസ്സിലാവാതെ, കിതാബ് നോക്കിയിട്ട് അത് മനസ്സിലാകാത്ത പലരും പറയുന്നു. ഒന്നുകൂടെ ഭാഗം കേൾപ്പിക്കൂ. എന്താ പറഞ്ഞത്? ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലേതാ? ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് അവരൊന്ന് മറച്ചു നോക്കട്ടെ കേട്ടോ. ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാ എല്ലാ അബദ്ധവും. തിരിയണതായിരിക്കാ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് മാത്രം തിരിഞ്ഞു. അപ്പൊ കീഴനോറേക്കാൾ ആർക്കാ ഇൽമ്? സദഖത്തുള്ള മൗലവിയേക്കാൾ ആർക്കാ ഇൽമ്? ഈ കാപഠ്യം നിങ്ങൾ എന്തിനിവിടെ മൂടി വെച്ചു എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പല ആളുകളോട് ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ നിലവിലുണ്ട്. ഞങ്ങൾ മൈക്കൂല് ഖുത്ബ വേണം എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമല്ല, ഞങ്ങൾ പാർക്കിംഗ് സൗകര്യാർത്ഥാണ്. അതെന്തിന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു? കുറച്ച് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചല്ലേ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഖുത്ബ കേൾക്കേണ്ട സൗകര്യത്തിനാണ്. ഫിഖ്ഹ് തിരിയാത്ത ആളുകൾ പലതും പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ പോകേണ്ടതില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു ഇവിടെയുള്ള പുത്തൻ പള്ളി എന്ന് പറയുന്ന പള്ളിയിലെ ജുമ അത് അനാവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ?
നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? കേട്ടോളൂ എന്താണ് പുത്തമ്പള്ളിയിലെ ജുമയെ പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന്. ഈ പുത്തമ്പള്ളിയിലെ ജുമ അനാവശ്യ ജുമയാണ്. പുത്തമ്പള്ളിയിലെ ജുമ അനാവശ്യ ജുമയാണ് കേട്ടോ. പുത്തമ്പള്ളിയിലെ ജുമ അനാവശ്യ ജുമയാണ്. ഇത് എവിടുത്തെ ജുമയാ? ഏതാത് പുത്തമ്പള്ളി? പെരുമ്പടപ്പ് പുത്തമ്പള്ളി അല്ല, നാലാപുരത്തുള്ള പുത്തമ്പള്ളി അല്ലേ? അത് അനാവശ്യമാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രല്ല പിന്നെ ഇയാൾ ചൂടാകുകയാണ്. എന്താ ചൂടാകാൻ കാരണം എന്നറിയോ? ഇവിടെ മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയപ്പോ ആളുകൾക്കൊക്കെ അറിയാം ഈ ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തുന്നതിന് വിരോധമില്ല. ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും ജുമാ ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങളല്ലാത്ത അനുബന്ധ ഭാഗങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ അത് ഹറാമല്ല എന്നിവിടുത്തെ നല്ലൊരു ശതമാനം ആളുകൾക്കറിയാം. അതുകൊണ്ട് മുജാഹിദുകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ ഈ നാദാപുരത്തുള്ള ഒരുപാട് നല്ലവരായ ആളുകൾ ആ പള്ളിയിലേക്ക് ജുമഅക്ക് പോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ഇയാൾക്ക് ചൂടായിട്ട് മൂപ്പര് പറയണേ, ഇവിടെ ഉണ്ട് കുറച്ച് അരമുസ്ലിയാക്കന്മാര്. ഈ അരമുസ്ലിയാക്കന്മാർക്ക് പേരോടിന്റെ പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്നതിനെ എതിർപ്പുള്ളൂ, മുജാഹിദിന്റെ പള്ളിയിലേക്ക് അവർക്ക് യാതൊരു എതിർപ്പില്ല എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്നതിന് അനുകൂലിക്കുന്നത് ഇവിടെയുള്ള വലിയ പള്ളിയിൽ കൂടുന്ന ആ വിഭാഗത്തിലെ അരമുസ്ലിയാക്കന്മാർ നാം മൂപ്പര് അവരെ പേരിട്ടത്. ഞാനല്ല പേരിട്ടത്. ഇയാൾ പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ അരമുസ്ലിയാക്കന്മാർ എന്ന് പറയുന്നത് മുജാഹിദ് മൗലവിമാരെ കുറിച്ചാണ്. ഞാൻ വേറെ കേൾപ്പിക്കുന്നുണ്ട്. മുജാഹിദ് മൗലവിമാരെ കുറിച്ചല്ല. ഈ നാദാപുരത്തുള്ള വലിയ പള്ളിയോട് സഹകരിക്കുന്ന ഇവിടെയുള്ള സംസ്ഥാനയുടേതും EK വിഭാഗത്തിന്റെയും ഒക്കെ മുസ്ലിയാക്കന്മാരെ തന്നെയാണ് ഇയാൾ അരമുസ്ലിയാർ എന്ന് വിളിച്ചത്. ശ്രദ്ധിച്ചോളൂ, മനസ്സിലാകും ആരെയാ വിളിച്ചത്. കേട്ടോളൂ. മുജാഹിദിന്റെ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒറ്റ മൊയ്ലാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ട. നേരെ മറിച്ച് ഈ പള്ളിയിൽ വരണ്ടെന്ന് പറയാൻ എത്ര മൊയ്ലാരുണ്ടായി? മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടെന്ന് പറഞ്ഞോ ഈ മൊയ്ലാന്മാര്? ഈ അരമൊയ്ലാന്മാര് പറഞ്ഞോ? എന്തേ പറയാതിരുന്നത്? മുജാഹിദ് ആയാലും അവർക്കൊരു കുഴപ്പമില്ല.